രാജ്യത്തിന്റെ കണ്ണും കാതും ഡൽഹിയുടെ തെരുവുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു കൂട്ടം യുവതി-യുവാക്കൾ ഇന്ന് നീതിക്കു വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പഠനത്തിനു വേണ്ടി ദിവസത്തിൽ 18ഉം 20ഉം മണിക്കൂറുകൾ മാറ്റിവെക്കുന്ന, ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും പ്രതീക്ഷകളെല്ലാം തുടച്ചുകൊണ്ട് പരീക്ഷാ പേപ്പർ ചോർച്ച വാർത്തകൾ പുറത്തു വന്നതാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് അക്കം കൂട്ടിയത്. കഷ്ടപ്പെട്ട് തയ്യാറെടുത്തെഴുതിയ പരീക്ഷ പെട്ടെന്നൊരു ദിവസം റദ്ദാക്കപ്പെടുകയും വീണ്ടും റീടെസ്റ്റ് എഴുതേണ്ടി വരികയും ചെയ്യുമ്പോൾ ആ മാനസിക സംഘർഷം താങ്ങാനാവാതെ നിരവധി വിദ്യാർത്ഥികളാണ് ഇതിനോടകം ജീവനൊടുക്കിയത്. ഇത്രയധികം വിദ്യാർത്ഥികൾ ആത്മഹത്യയുടെ പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ജാഗ്രതയോ അനുകമ്പയോ ഉണ്ടാകാത്തത് യുവതലമുറയെ വലിയ അമർഷത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെ CBSE മൂല്യനിർണയത്തിലെ ഗുരുതരമായ അപാകതകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യമില്ലായ്മയും കൂടിയായപ്പോൾ വിദ്യാർത്ഥികളുടെ ക്ഷമ പൂർണ്ണമായും നശിക്കുകയുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജൂൺ 6-ാം തീയതി മുതൽ ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJPയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സമരപന്തൽ ഉയരുന്നത്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ലഡാക്കിൽ നിന്നുള്ള പ്രശസ്തനായ വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനാം വാങ്ചുക് ഈ സമരമുഖത്തേക്ക് കടന്നുവരികയും നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ പ്രക്ഷോഭം ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങി. സിനിമാറ്റിക് കഥാപാത്രങ്ങൾക്ക് പോലും പ്രചോദനമായി മാറിയ, സാധാരണക്കാർക്കു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന സോനാം വാങ്ചുക് 23 ദിവസത്തിലേറെയാണ് കടുത്ത ശാരീരിക അവശതകൾക്കിടയിലും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് നിരാഹാര സമരം തുടരുകയാണുണ്ടായത്. തന്റെ ശരീരഭാഗം ഗണ്യമായി കുറഞ്ഞിട്ടും ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിട്ടും തന്റെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കുക, മത്സര പരീക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉടച്ചുവാർത്ത് സുതാര്യമായ രീതിയിൽ പരിഷ്കരിക്കുക, പരീക്ഷാ തകർച്ചയിൽ മനം നൊന്ത് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ 3 പ്രധാന ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുമ്പോഴും ഭാര്യയും മറ്റ് സഹപ്രവർത്തകരും ഈ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണുണ്ടായത്. ഇതിനിടയിൽ പാർലമെന്റ് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സന്ദസ് ചാലോ മാർച്ച് വലിയ സംഘർഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഡൽഹി പോലീസിന്റെ കർശനമായ വിലക്കുകളെയും നിരോധാജ്ഞകളെയും മറികടന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തത്. എന്നാൽ പ്രക്ഷോഭകരെ നേരിടാൻ പോലീസ് സ്വീകരിച്ചത് തീർത്തും ക്രൂരമായ നയങ്ങളായിരുന്നു. നെയിം ബാഡ്ജുകൾ പോലും ധരിക്കാത്ത ചില ഉദ്യോഗസ്ഥരും യൂണിഫോം പോലുമില്ലാത്ത ചിലരും വിദ്യാർത്ഥികൾക്ക് നേരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 100-ലധികം പോലീസുകാർക്കും 60-ലധികം വിദ്യാർത്ഥികൾക്കും ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ഒരു പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അടിച്ചമർത്തൽ നയം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ ഈ നരനായാട്ടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയത് കാര്യങ്ങളെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റി. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഈ ആക്രമണം ഓരോ ഇന്ത്യൻ കുടുംബത്തിനു നേരെയുള്ള ആക്രമണമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വലിയൊരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളായ സർ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുകയുണ്ടായത് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഈ മാർച്ചിന് നേരെയുള്ള ഡൽഹി പോലീസ് സമാനമായ രീതിയിൽ ഇടപെടുകയും രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്യുകയുണ്ടായി. ജന്തർ മന്ദറിലെ സമരവും ആശുപത്രിയിൽ തുടരുന്ന സോനാം വാങ്ചുകിന്റെ നിരാഹാര സമരവും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ കോൺഗ്രസ് പ്രതിഷേധവും ഓരോ സമയം നടക്കുമ്പോൾ ഡൽഹി നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളത്തിന് സമാനമായ അവസ്ഥയിലേക്ക് മാറി. ജന്തർ മന്ദറിലേക്കുള്ള വഴികളെല്ലാം പോലീസും ബാരിക്കേഡുകളും തീർത്തിട്ടുണ്ടെങ്കിലും
പതിനായിരക്കണക്കിന് യുവാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തെരുവുകളിൽ തുടരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പൂർണ്ണ പിന്തുണയും ഈ സമരത്തിന് ലഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മേലുള്ള സമ്മർദ്ദം ദിവസം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരുമായി ചർച്ചകൾക്കായുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സമരക്കാർ തയ്യാറല്ല. ഭരണകൂടത്തിന് വലിയ തോതിൽ സ്വാധീനമുള്ള ശക്തനായ ഒരു മന്ത്രിയുടെ രാജി സർക്കാരിനുള്ളിൽ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ വലുതായതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എങ്കിലും രാജ്യത്തെ യുവതലമുറ ഒറ്റക്കെട്ടായി തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി തെരുവിലിറങ്ങി നിൽക്കുന്ന ഈ ചരിത്രപരമായ നിമിഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.